Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേയിലെ വിന്നേഴ്സിന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ബ്രെഡിന്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സൈഡ് കട്ട് ചെയ്ത് കളയണമെന്നില്ല, ഞാനൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുക്കുക, അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇപ്പോൾ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചില്ലി ഫ്ലേക്സും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതിന് പകരം ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് വേണമെങ്കിൽ പച്ചമുളക് കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട, കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, ഒരുപാടൊന്നും കുക്കാവാനില്ല. ആ പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. തീരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തീ ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ചായ വെക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കൊടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റും ബേക്കിംഗ് ടൂളും ആയിരുന്നു. സെക്കൻഡ് വിന്നറിന് കൊടുത്തിട്ടുള്ളത് ബീറ്ററും ഇതുപോലെ തന്നെ ഡെക്കറേറ്റിംഗ് കിറ്റ്സും ആയിരുന്നു. കേക്കിൻ്റെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ടേൺ ടേബിളും ഒക്കെ ആയിരുന്നു. തേർഡ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേക്ക് ടിന്ന്, ഒരു 3 കേക്ക് ടിന്നും പിന്നെ കുറച്ച് ബേക്കിംഗ് ടൂളും ആയിരുന്നു. അപ്പോൾ അവർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്.